രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയം കേൾക്കുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മമാരെ, അച്ഛന്മാരെ, അതോടൊപ്പം തന്നെ അല്ലാതുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും കൂടുതൽ അമ്മമാരും അച്ഛന്മാരുമായിരിക്കും ഇത് ചെയ്യുന്നത്. അമ്മമാർക്കും അച്ഛന്മാർക്കും രാധേ രാധേ ചാനലിൻ്റെ സ്വാഗതം. ഇത് നാരായണീയത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ്. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒന്നേന്ന് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതിനകത്ത് വളരെ ശ്രദ്ധിക്കുക, കൃഷ്ണൻ്റെ രാധ. കൃഷ്ണൻ്റെ രാധ. രാധയെ അറിയാതെ കൃഷ്ണനെ പൂജിക്കരുത്, ആപത്താണ്. കൃഷ്ണനെ കയ്യിൽ കിട്ടണമെങ്കിൽ രാധാജി അറിയണം. അപ്പോൾ കൃഷ്ണൻ്റെ രാധ, അവരുടെ ചരിത്രം, ജീവചരിത്രം, വൃന്ദാവനം വിട്ടതിന് ശേഷമുള്ള രാധാജിയുടെയും കൃഷ്ണൻ്റെയും അവസ്ഥ വളരെ വളരെ ദുർലഭമാണ് കിട്ടാൻ. ഇതെല്ലാം കൂട്ടിയിണക്കി ഇതാ 73 എപ്പിസോഡ് പിന്നിട്ടിരിക്കുന്നു. രാധയുടെ പ്രണയം എല്ലാ ചൊവ്വാഴ്ചയും കൃത്യം 12 മണിക്കാണത് റിലീസാകുന്നത്. അതിൻ്റെ 1 എന്നുള്ള ഭാഗങ്ങൾ പ്ലേലിസ്റ്റിൽ കിട്ടും. അതേ കണക്ക് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാം അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കണം. കൃഷ്ണനെ നമ്മുടെ വീട്ടിൽ വരുത്താൻ ഉത്തമമായ മാർഗമാണ് അഷ്ടപതി. അഷ്ടപതിയുടെ ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നാരായണീയം എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് നിങ്ങൾക്ക് കേൾക്കാവുന്നതായിരിക്കും. അതുകൂടാതെ ഇതിനകത്ത് കടുത്ത കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി, രാധാഭക്തനായെന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൃഷ്ണനെയും രാധാജിയെയും സ്നേഹിക്കണ എല്ലാവരും, അല്ലെങ്കിൽ ദൈവീകത എന്തെന്നറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് കാണണം. അതേ കണക്ക് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ബന്ധം വേർപെടുത്തിയവരും പിന്നെ ബന്ധം വേർപെടുത്തിയ ഭർത്താവും ഭാര്യയും മക്കളും എല്ലാം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. 8 എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊല്ലത്തുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കരയുള്ളവർക്ക് വന്ന് പഠിക്കാം. എറണാകുളത്ത് നിന്ന് വരെ വന്ന് പഠിക്കുന്നുണ്ട്. ദൂരത്തു നിന്നുള്ളവർക്ക് സ്റ്റേ സൗകര്യമുണ്ട്. അല്ലാത്തവർ യൂട്യൂബിനെ നോക്കിയാൽ മതി. ഞാൻ ഇനിയും യൂട്യൂബിൽ ഇടും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ 8 എണ്ണം വരെ ഞാൻ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ജ്യോതിഷം നിങ്ങൾക്ക് ഓരോ നക്ഷത്ര ഫലമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഗവനിക്കണം. ജനുവരി ജനിച്ചവരുടേത്, ഫെബ്രുവരി, മാർച്ച്, ആ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. ജ്യോതിഷപരമായ എന്ത് ഉപദേശത്തിനും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി.
അല്ല നാരായണീയത്തിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 എന്നതാണ്. അപ്പം നാരായണീയം കേൾക്കാനിരിക്കുന്ന പുണ്യാത്മാക്കളെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കീ ജയ്. എൻ്റെ കൂടെ പറഞ്ഞു കൊള്ളണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും എൻ്റെ കൂടെ പറയണം. ബർസാനെ വാലി രാധാറാണി കീ ജയ്. നമ്മുടെ മാതാവ് രാധാറാണി കീ ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് രോഗം വരാതിരിക്കാൻ നമ്മളെ കാത്തുരക്ഷിക്കുന്ന സർവ്വ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ അമ്മമാരെ അച്ഛന്മാരെ. ഞാൻ ഈ പഠിപ്പിക്കുന്ന ശ്ലോകം തന്നെ ഇപ്പം ഞാൻ ഇന്നും കൂടെ ആകുമ്പോൾ 3 ശ്ലോകമായി. അപ്പോൾ നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച വരെ ഈ 3 ശ്ലോകം മാത്രം അർത്ഥമറിഞ്ഞ് ചൊല്ലുക. അർത്ഥമറിഞ്ഞ് ചൊല്ലിയാലേ പ്രയോജനമുണ്ട്. ഇപ്പം ഞാനൊരു 4ഓ 5ഓ ശ്ലോകം എടുത്താൽ അത് സത്യത്തിൽ അതൊരു വലിയ കഷ്ടമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, വെറുതെ ഈ വാക്കെടുത്തിട്ട് സംസ്കൃതം വാക്കെടുത്ത് അതിൻ്റെ മലയാളം പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. നേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി ചൊല്ലിയപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അല്ലാതെ നിങ്ങൾക്ക് രോഗം മാറണമെങ്കിൽ ഈ നാരായണീയം വെറുതെ വായിച്ചു പോയതുകൊണ്ട് രോഗം മാറില്ല. ഇതിൻ്റെ ഓരോ അംശവും ഉൾക്കൊണ്ട്, കാരണം അംശം ഉൾക്കൊള്ളുമ്പോഴേ നമുക്ക് ഭഗവാൻ ആരാണെന്ന് കിട്ടൂ. ആ ഭഗവാൻ ആരാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറും. നിങ്ങളുടെ ശരീരം മറ്റൊരു രീതിയിൽ ട്യൂൺ ചെയ്യും. അപ്പോഴും നിങ്ങളങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മാറും. അല്ലാതെ നമ്മളിപ്പോൾ അസുഖം മാറണമെന്നും പറഞ്ഞ് അർത്ഥവും ഒന്നും അറിയാൻ വയ്യാതെ വെച്ചു പിടിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ ചെയ്യരുത്. വെറും സംസ്കൃത അർത്ഥം പറഞ്ഞിട്ടല്ല, അതിൻ്റെ ഉള്ളർത്ഥം വരെ അറിയുമ്പോഴേ നമുക്ക് ഗുരുവായൂരപ്പൻ ആരാണെന്ന് പിടികിട്ടൂ. അതുകൊണ്ട് ഈ 4ഉം 5ഉം ശ്ലോകങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഗഹന തത്വങ്ങളാണ്. ഗഹന തത്വം അത്രയും നമുക്ക് കയറില്ല. നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച വരെ ഈ 3 ശ്ലോകങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വലിയ ഗുണമുണ്ട്. എന്താണ്? അടുത്ത തിങ്കളാഴ്ച ആകുമ്പോൾ ഇത് ഏതാണ്ട് കാണാപ്പാടം പോലെയാകും. അപ്പോൾ ഏതാണ്ട് നാരായണീയം ക്ലാസ് തീരുമ്പോഴേക്കും ഈ നാരായണീയം മുഴുവനും കാണാതെ ചൊല്ലാനുള്ള ഒരു കഴിവ്, ഒരു പരിധിവരെയെങ്കിലും, മൊത്തമില്ലെങ്കിലും കാണാതെ ചൊല്ലാനുള്ള ഒരു കഴിവ് നിശ്ചയമായും നിങ്ങൾക്കുണ്ടാകും. നാരായണീയം ഒരിക്കലും 5ഉം 6ഉം 7ഉം ശ്ലോകം വെച്ചൊന്നും പഠിക്കരുത്. അത് എന്താ പറയേണ്ടത്, നമുക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. നാരായണീയം ഭട്ടതിരിപ്പാട് ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചതാണ്. അതിൻ്റെ എല്ലാം തലനാരിഴ കീറി മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൃഷ്ണ ഭഗവാനെന്ന് പ്രാണനാകും. മനസ്സിലായില്ലേ? കൃഷ്ണ ഭഗവാൻ അങ്ങ് പ്രാണനാവും. ഗുരുവായൂരപ്പൻ നമ്മുടെ ശ്വാസമായി മാറും. അങ്ങനെ വേണം നമ്മളിത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ടൈറ്റിൽ തന്നെ എൻ്റെ അമ്മ. എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയ്ക്ക് യൂട്രസിനകത്ത് സിസ്റ്റ് വന്നു. അത് വല്ലാതങ്ങായി. അമ്മയ്ക്ക് മാത്രമല്ല, അതോടൊപ്പം അമ്മയുടെ കൂട്ടുകാരിക്കും വന്നു. അപ്പോൾ ഇവിടെ കൊല്ലത്ത് ശങ്കേഴ്സ് ഹോസ്പിറ്റലിലെ സത്യവതി മാഡത്തെയാണ് കണ്ടത്. ഭയങ്കര മിടുക്കിയാണ്, ബഹുമിടുക്കിയാണ്. അപ്പം മാഡം നോക്കിയപ്പോൾ ഇതങ്ങ് വല്ലാതെ ആയിക്കഴിഞ്ഞു. ഇതിൻ്റെ ബയോപ്സി എടുക്കണം, നമുക്കിത് അയക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റവർ ഉടനെ സമ്മതിച്ചു. എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞത് ഡേഞ്ചറസ് ആണ്. അമ്മ പറഞ്ഞു ആയിക്കോട്ടെ. അമ്മ പറഞ്ഞു ഞാനത് ബയോപ്സി എല്ലാം എടുക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എൻ്റെ അമ്മ വന്ന് ഗുരുവായൂരപ്പനെ ധ്യാനിച്ചിട്ട് നാരായണീയം ചൊല്ലാൻ തുടങ്ങി. ആ നാരായണീയം മുഴുവനും ഏതാണ്ട് 1-2 ആഴ്ച എടുത്ത് അത് മുഴുവനും നല്ല സിൻസിയറായിട്ടിരുന്ന് എൻ്റെ അമ്മ ചൊല്ലി. അപ്പോൾ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്താണ് ഈ കാണിക്കുന്നത്?
ഇതിപ്പോൾ തന്നെ ഇതാണ്, ഇത് ഡേഞ്ചറസ് സോണാണ്, ഇത് സിസ്റ്റർ ഇത് വായിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മയ്ക്കും അമ്മയുടെ കൂടെ ജോലി ചെയ്തൊരു സ്ത്രീയുണ്ട്. അവരിവിടെ പണ്ട് വലിയൊരു ഹോട്ടലുണ്ടായിരുന്നു, നസീറൊക്കെ വന്നാൽ താമസിക്കുന്ന നീല ഹോട്ടൽ. അവരുമായിട്ട് എന്തോ ബന്ധപ്പെട്ടത്, അങ്ങനെയാണ് എനിക്ക് അമ്മ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയെന്ന് പറയുന്നത്. അവരായിരുന്നു. ഇവർക്ക് 2 പേർക്കുമാണ് ഒരേ കണക്കാണ് വന്നിരിക്കുന്നത്. അപ്പോഴ് അമ്മ എന്ത് പറഞ്ഞു, എന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും ഇപ്പം വന്നു, എനിക്കൊരു കാര്യമുണ്ട്, നാരായണീയം, ആ നാരായണീയം എന്നെ രക്ഷിക്കും. അമ്മ വന്ന് നാരായണീയം മനസ്സറിഞ്ഞു ചൊല്ലി അതിനുശേഷമാണ് പോയത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മറ്റേവർക്ക് ക്യാൻസറാണ്, അവർ മരിച്ചും പോയി. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ വന്നിട്ടില്ല. ആ ഡോക്ടർക്ക് അത്ഭുതമാണ്. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് അത്ഭുതകരമാണ് ഡോക്ടർക്ക്. പക്ഷെ ആ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. യൂട്രസ് റിമൂവ് ചെയ്യണം, പക്ഷെ അത് ക്യാൻസറിലേക്ക് പോയില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ ആ മനസ്സ് നാരായണീയം, നിങ്ങൾ മനസ്സിലാക്കുക, അർത്ഥാണ് നാരായണീയം. എൻ്റെ അമ്മ പിന്നെ സർവ്വ അർത്ഥവും വ്യാപ്തിയും എല്ലാം അറിഞ്ഞ് ചൊല്ലുന്ന ഒരാളാണ്. ആ നാരായണീയം നിങ്ങൾ അങ്ങനെ ചൊല്ലണം, അല്ലാതെ വെറുതെ നാരായണീയം ചൊല്ലിയോണ്ടല്ല വരുന്നത്. എൻ്റെ അമ്മയുടെ രോഗം മാറ്റിയ, എൻ്റെ അമ്മയെ രക്ഷിച്ച, എൻ്റെ അമ്മയെ മാറാ രോഗത്തിൽ നിന്ന് രക്ഷിച്ച എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ. എൻ്റെ അമ്മ പിന്നെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ മരിക്കും. ഗുരുവായൂരപ്പൻ്റെ കഠിന ഭക്ത. അതോടൊപ്പം നാരായണീയവും, ആ നാരായണീയവും ഒക്കെയായി എൻ്റെ അമ്മയെ രക്ഷിച്ച കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങേക്ക് കോടി നമസ്കാരം. സർവ്വരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നാരായണീയം എഴുതിയ സാക്ഷാൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട്, അങ്ങയുടെ തൃപ്പാദങ്ങളിൽ തൊട്ടു തൊഴുതുകൊണ്ട് ഞങ്ങളിതാ തുടങ്ങുകയാണ്. എന്നെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ. എൻ്റെ അമ്മയെ രക്ഷിച്ചതുപോലെ ഇത് കേൾക്കുന്ന എല്ലാ അമ്മമാരെയും, എല്ലാ അച്ഛന്മാരെയും, ഇത് കേൾക്കണ എല്ലാ സഹോദരിമാരെയും സഹോദരന്മാരെയും കാത്തുരക്ഷിക്കണേ എൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ. നമുക്ക് തുടങ്ങാം. ഇതാ അതിമനോഹരമായിട്ട് രാധിക ഇത് ചൊല്ലുകയാണ്. രാധികയെ എൻ്റെ ചാനലുകാർക്ക് സുപരിചിതമാണ്. പുതിയതായിട്ട് വന്നവരാണെങ്കിൽ ഈ രാധിക ഞങ്ങൾക്ക് എന്താ പറയണ്ട, തൃശ്ശൂരുള്ള രാധിക നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത്, സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവുള്ള സമയത്ത് തൊട്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞനുജത്തിയാണ്. ഈ ചാനൽ കാണുന്ന യുവാക്കൾക്ക് പിന്നെ രാധിക അവരുടെ ചേച്ചിയാണ്. അപ്പം ഞങ്ങളുടെ ചാനലിന് വളരെ പ്രിയപ്പെട്ടതാണ് രാധിക, വളരെ പ്രിയപ്പെട്ടത്. രാധേ ചാനലിൻ്റെ പ്രിയപ്പെട്ട രാധിക. രാധേ ചാനലിന് വേണ്ടി എപ്പോഴും ആ ചാനൽ നന്നാകണേ എന്ന് പ്രാർത്ഥിക്കുകയും ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എനിക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രാധേ ചാനലുകാരുടെ കുഞ്ഞനുജത്തിയായ രാധിക, അങ്ങക്ക് പ്രിയപ്പെട്ട രാധിക. ആ രാധിക പാടുകയാണ്, മനസ്സലിഞ്ഞു പാടുകയാണ്. കാരണം രാധിക കടുത്ത ഗുരുവായൂരപ്പ ഭക്തനാണ്, കടുത്ത ഗുരുവായൂരപ്പ ഭക്തയായ രാധിക പാടുന്നത് കേൾക്കൂ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, വിവരിച്ചു തരാം. രാധികയെ പാടൂ, മനസ്സലിഞ്ഞു പാടൂ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ബോധൈർഭൂതേന്ദ്രിയൈസ്തൈ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വായതിദച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമധിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളണം. അമ്മമാർക്ക് നിർത്തി പറഞ്ഞു തരാം. അമ്മമാരെന്നെ വിളിച്ചു പറഞ്ഞു, മോനെ വലിയ കടുകട്ടി വാക്കാണ്, അപ്പോൾ അമ്മയ്ക്ക് എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ അതേ കണക്ക് നാരായണീയം പറഞ്ഞു തരാം കേട്ടോ. ചില അച്ഛന്മാരും എന്നെ വിളിക്കുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. സത്വം യത്തത് പരാഭ്യ മപരി കലനതോ, അതായത് അപരിയാണ്, അത് ചേർത്തെഴുതുമ്പോഴാണ് മപരി. അപരി കലനതോ നിർമ്മലം തേന താവത് ഭൂതൈർ
ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തൽ സ്വച്ഛത്വാദ്യ. ഇച്ചിരി കട്ടി വാക്കായതുകൊണ്ട് അമ്മമാർക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം. തൽ സ്വച്ഛത്വാദ്യ ദച്ചാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യ രമന്തേ ശ്രുതി മതി മധുരേ. മനസ്സിലായ? സുഗ്രഹേ വിഗ്രഹേതേ. ഇനി അർത്ഥം എഴുതിക്കോ അമ്മേ. സത്വം സമം സത്വഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് സത്വഗുണം എന്ന് പറഞ്ഞാൽ നന്മകൾ മാത്രം നിറഞ്ഞത്, മനസ്സിൽ എല്ലാത്തിനോടും സ്നേഹം, നമ്മളെ ദ്രോഹിക്കുന്നവരോടും സ്നേഹം, കോപമേ ഇല്ല, നന്മ കരുണ നിറഞ്ഞ ഗുണമാണ് സത്വഗുണം. അത് പിന്നെ വിശദമാക്കി തരാം. യത്തത് അർത്ഥം എഴുത്. ഏതൊരു, ഏതൊരു പരാഭ്യാം, പരാഭ്യാം മറ്റ് രണ്ടിനോടും, പരാഭ്യാം മറ്റ് രണ്ടിനോടും. മറ്റ് രണ്ടിനോടും എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും അമ്മമാരെ ഉദ്ദേശിക്കുന്നത്? മറ്റ് രണ്ടിനോടും എന്ന് പറഞ്ഞാൽ 3 ഗുണമുണ്ടമ്മേ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ ഒന്ന് മറ്റ് രണ്ടിനോടും. അങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അമ്മമാർക്കും അച്ഛന്മാർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം അമ്മമാർ യുവതികൾ യുവാക്കളുണ്ട്, അവർക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. അപരികലനത, അപരികലനത കൂടിച്ചേരാത്തത് കൊണ്ട്, അപരികലനത കൂടിച്ചേരാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗുണം സത്വഗുണം രജോ ഗുണം തമോ ഗുണവുമായി കൂടിച്ചേരത്തില്ലെന്ന്. അപരികലനത. നിർമ്മലം സമം പരിശുദ്ധം, പരിശുദ്ധം പരിശുദ്ധമായ. തേന താവത്ത്, തേന താവത്തെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം, തേന താവത്ത് അതുകൊണ്ട് മാത്രം. അടുത്തത് ഭൂതൈ, ഭൂതൈ ഉണ്ടായവയായ. അപ്പൊ ഇത് രണ്ടും ചേർക്കുമ്പോഴോ തേന താവത് ഭൂതൈ ചേർത്തെഴുത്. അതുകൊണ്ട് മാത്രം ഉണ്ടായവയായ. തേന താവത് ഭൂതൈ അതുകൊണ്ട് മാത്രം ഉണ്ടായവയായ. ഭൂതേന്ദ്രിയൈ, ഭൂതേന്ദ്രിയൈ എന്ന് പറഞ്ഞാൽ ഭൂതേന്ദ്രിയങ്ങളാൽ. ഭൂതേന്ദ്രിയം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതം. പഞ്ചഭൂതം ഏതൊക്കെയാണ്? പൃഥ്വി തേജോ വായുവാകാശങ്ങൾ. പൃഥി, പൃഥി ഭൂമി. അപ്പ് ജലം. വായു, തേജസ് എന്ന് പറഞ്ഞാൽ ആകാശം, അതായത് അഗ്നി. തേജസ് അഗ്നി, വായു ആകാശം. അപ്പം നമ്മുടെ ശരീരം ഇത്രയും ചേർന്നതാണ് പഞ്ചഭൂതങ്ങൾ. പൃഥ്വി ഭൂമി, ഭൂമി മനസ്സിലായില്ലേ? ഈ ഭൂമിയിൽ വളരുന്ന വൃക്ഷങ്ങളും അതിൻ്റെ ഫലങ്ങളും കഴിച്ച, വൃക്ഷങ്ങളിലെ ഫലങ്ങൾ കഴിച്ചാണ് നമ്മൾ വളരുന്നത്. ഈ ഭൂമിയുടെ അംശം നമ്മളിലുണ്ട്. അപ്പ് മനസ്സിലായില്ലേ? ജലമുണ്ട്. തേജസ്, നമ്മുടെ ഉള്ളിൽ അഗ്നിയുണ്ട്. വായു, നമ്മുടെ ഉള്ളിൽ വായു ഉണ്ട്. ആകാശം, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ആകാശമുണ്ട്. മനസ്സിലായില്ലേ? ഈ ആകാശത്ത് നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നതും ആ മഴയിലൂടെയാണ് വൃക്ഷങ്ങൾ വളരുന്നതും. മനസ്സിലായില്ലേ? ആ അതി വളരുന്ന നമ്മളെ ബീജങ്ങൾ വിത്തുകളായി അതി വരികയും അതിനെ ഭക്ഷിച്ചാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യുന്നത്. അതൊക്കെ പിന്നെ അതുകൊണ്ടാണ് മരിക്കുമ്പം ഹിന്ദുക്കൾ ദഹിപ്പിക്കുന്നത്. ഇത് 5 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കുക. ഭൂമിക്കുള്ളത് ഭൂമി എടുക്കും, ജലത്തിനുള്ളത് നമ്മൾ കടലിൽ കൊണ്ട് ഒഴുക്കുന്നു. മനസ്സിലായില്ലേ? അഗ്നിക്കുള്ളത് മാത്രമേ അഗ്നി എടുക്കൂ, വായുവിലുള്ളത് വായു എടുക്കും, ആകാശത്തേക്ക് അതും കലരുന്നു. അതാണ് ആ ദഹന പ്രക്രിയ, നമ്മൾ ശവം ദഹിപ്പിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഭൂതേന്ദ്രിയം. വപുരിതി, വപുരിതി അങ്ങയുടെ ശരീരമെന്ന്. വപുരിതി സമം അങ്ങയുടെ ശരീരമെന്ന്. ബഹുശ, ബഹുശ പലപ്പോഴും. അർത്ഥം എഴുതിക്കോണേ. ബഹുശ പലപ്പോഴും. ശ്രൂയതേ, ശ്രൂയതേ കേൾക്കപ്പെടുന്നു. അമ്മമാരെഴുതുന്നുണ്ടല്ലേ, അച്ഛന്മാരും ശ്രൂയതേ. അച്ഛന്മാർ കുറേ കേൾക്കുന്നുണ്ട്, അച്ഛന്മാരെന്നെ വിളിക്കുന്നു. ശ്രൂയതേ കേൾക്കപ്പെടുന്നു. വ്യാസവാക്യം, വ്യാസ മഹർഷിയുടെ വാക്ക്. അർത്ഥം അതാണ്. വ്യാസ മഹർഷിയുടെ വാക്ക്. തത്, തത്തെന്ന് പറഞ്ഞാൽ അത്, അതെന്ന് പറഞ്ഞാൽ ആ ശരീരം. അത്ര എഴുതി അമ്മമാരെ. തത് സമം അത്, സമം ഇട്ടിട്ട് ആ ശരീരം. സ്വച്ഛത്വാത്, സ്വച്ഛത് പരിശുദ്ധി കൊണ്ട്. സ്വച്ഛത്വാതെന്ന് പറഞ്ഞാൽ പരിശുദ്ധി കൊണ്ട്. സ്വച്ഛത്, സ്വച്ഛത്തെന്ന് പറഞ്ഞാൽ പരിശുദ്ധി. സ്വച്ഛത്വാത് തിരിച്ചപ്പോ സ്വച്ഛത്വാത്. സ്വച്ഛത്ത് പരിശുദ്ധി, ത്വാത് അതുകൊണ്ട്.
സ്വച്ഛത്വാത് പരിശുദ്ധി കൊണ്ട്. ദക്ഷാദിത, ദക്ഷാദിത മറവില്ലാത്ത, ഒളിവില്ലാത്ത, മനസ്സിലല്ലേ, മറവില്ലാത്ത. പരസുഖം അർത്ഥം പരമാനന്ദം, പരസുഖം പരമാനന്ദം. ചിത് ഗർഭ മനസ്സിനുള്ളിൽ, ചിത് ഗർഭ മനസ്സിനുള്ളിൽ. നിർഭാസ, നിർഭാസ തിളങ്ങുന്ന. അപ്പൊ ചിത് ഗർഭ നിർഭാസ രൂപം, അത്ര എഴുതർത്ഥം. ചിത് ഗർഭ നിർഭാസ രൂപം. ഇനി ഞാൻ പറയാതെ തന്നെ പറയാമല്ലോ. ചിത് ഗർഭ മനസ്സിനുള്ളിൽ, നിർഭാസം തിളങ്ങുന്ന. അപ്പൊ ചിത് ഗർഭ നിർഭാസ രൂപം, മനസ്സിനുള്ളിൽ തിളങ്ങുന്ന രൂപമുള്ളതായി തീരുന്നു. തസ്മിൻ, തസ്മിൻ അങ്ങയുടെ, അർത്ഥം എഴുത്. തസ്മിൻ അങ്ങയുടെ. ധന്യ, ധന്യ ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. രമന്തേ, രമന്തേ ആഹ്ലാദിക്കുന്നു. ശ്രുതി മതി മധുരേ. ശ്രുതി, ശ്രുതിക്ക് വേദമെന്നും അർത്ഥമുണ്ട്, കേൾവി, രണ്ടർത്ഥമുണ്ട്. തൽക്കാലം ഇങ്ങനെ എഴുതിക്കോ. ശ്രുതി, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. പിന്നെ നമ്മൾ കേൾക്കുന്നതിനും പറയും ശ്രുതി, വേദം. മതി ബുദ്ധി. അപ്പൊ ശ്രുതി മതി മധുരേ. ശ്രുതിക്കും വേദങ്ങൾക്കും ബുദ്ധിക്കും മധുരമായ, പ്രിയങ്കരമായ. സുഗ്രഹേ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന, നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന. സുഗ്രഹേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന. വിഗ്രഹേതേ, വിഗ്രഹേതേ അങ്ങയുടെ രൂപത്തിൽ. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് വിവരിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. സത്വം എത്തത്, സത്വം എത്തത് പരാഭ്യ. മനസ്സിലായില്ലേ? സത്വം എന്താ? സത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്വഗുണം, ഇല്ലേ? സത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സത്വഗുണം. എത്തത് ഏതൊരു. അപ്പൊ സത്വം എത്തത് സത്വഗുണം ഏതൊരു. പരാഭ്യ മറ്റ് രണ്ടിനോടും. മപരി കലനതോ കൂടിച്ചേരാത്തത് കൊണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ വരിയായിട്ടെടുത്ത് ഞാൻ പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് തുടക്കത്തിലെ വരികൾ നോക്കാം. തുടക്കത്തിലെ വരിയാണ് സത്വം എത്തത് പരാഭ്യോ മവരി കലനതോ. അത്രയും വരിയുടെ അർത്ഥമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സത്വം സത്വഗുണം, എത്തത് പരാഭ്യോ മറ്റ് രണ്ട് ഗുണങ്ങളോടും, അപരികലനത അത് കൂടിച്ചേരത്തില്ല. അതായത് മനസ്സിലാക്കുക, 3 ഗുണങ്ങളുണ്ട്. 1 സത്വഗുണം, 2 രജോ ഗുണം, 3 തമോ ഗുണം. ഈ 3 ഗുണങ്ങളും പരസ്പരം ഒരിക്കലും കൂടിച്ചേരാറില്ല. സത്വഗുണത്തിൻ്റെ കൂടെ തമോ ഗുണം ചേർക്കാൻ പറ്റില്ല, തമോ ഗുണത്തിൻ്റെ കൂടെ രജോ ഗുണം ചേർക്കാൻ പറ്റില്ല. അപ്പോൾ 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ദേവന്മാർക്കൊക്കെ സത്വഗുണമാണ്, മനസ്സിലായില്ലേ? ക്ഷത്രിയന്മാർക്കൊക്കെ രജോ ഗുണമാണ്, അസുരന്മാർക്കൊക്കെ തമോ ഗുണമാണ്. എങ്കിലും ഈ നമ്മൾ ഭട്ടതിരിപ്പാടിൻ്റെ ഈ 3-ാമത്തെ ശ്ലോകം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവ എന്തെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ശ്രദ്ധിച്ചു കേട്ടോളണം. ഞാനതാ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അമ്മമാർ കേട്ടോളൂ. ഇത് പലരും ഇങ്ങനെ സത്വഗുണം രജോ ഗുണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. നമുക്ക് പിടികിട്ടത്തില്ല എന്തുവാണെന്ന്. ഞാൻ പറഞ്ഞു തരാം. ബുദ്ധൻ ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബുദ്ധനെ കാണാനായിട്ടൊരു മനുഷ്യൻ വന്നു. അയാൾ വല്ലാത്ത കോപാകുലനായിരുന്നു. ആ മനുഷ്യൻ ബുദ്ധൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അപ്പം ബുദ്ധനൊന്നും ചെയ്തില്ല, കൈകൊണ്ട് അത് തുടച്ചു. കാർക്കിച്ചു തുപ്പിയപ്പോഴേക്കും ബുദ്ധൻ്റെ കൂടെ നിൽക്കുന്ന അനുയായികൾക്കൊക്കെ പെരുത്തു വന്നു. അവർക്ക് ഒറ്റയടിക്ക് ഇയാളെ കൊല്ലണമെന്നുണ്ട്. അപ്പോൾ ബുദ്ധൻ തടഞ്ഞു. ബുദ്ധൻ അവരെ തടഞ്ഞിട്ട് ചോദിച്ചു, ഇനി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾക്ക് പറയാനുള്ളതാണ് താങ്കൾ തങ്ങളുടെ വികാരങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നത്. താങ്കൾക്ക് വാക്കുകൾക്കപ്പുറത്ത് പറയാനുള്ളത് കൊണ്ടാണ് എന്നെ തുപ്പിയത്. ഇനി താങ്കൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അയാൾ അക്ഷരാർത്ഥത്തിൽ, അയാൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മനുഷ്യനെ കാണുന്നത്. അദ്ദേഹം പിന്നെ അടുത്ത ദിവസം വന്ന് മാപ്പ് ചോദിച്ചു ബുദ്ധൻ്റെ ശിഷ്യനായി മാറുന്നു. അത് വേറൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആ തുപ്പിയ മനുഷ്യനുണ്ടല്ലോ, ബുദ്ധൻ്റെ മുഖത്ത് തുപ്പിയ മനുഷ്യൻ, അതാണ് തമോ ഗുണം. തമോ ഗുണത്തിൻ്റെ പുറത്ത് മാത്രമേ ഒരു ഋഷി വര്യൻ്റെ മുഖത്ത് തുപ്പാൻ പറ്റൂ. അത് അസുരന്മാരതാണല്ലോ, തപസ് ചെയ്യുന്നവരെയൊക്കെ വെട്ടിക്കൊല്ലുന്ന കണ്ടിട്ടില്ലേ? ഇനി
ആ പ്രതികരിക്കാൻ നിന്ന ബുദ്ധൻ്റെ അനുയായികളുണ്ടല്ലോ അട്ടിക്കൊടുക്കണമെന്ന്, അത് രജോ ഗുണം. പക്ഷേ തൻ്റെ മുഖത്തു തുപ്പിയിട്ടും ഒരു ഭാവവുമില്ലാത്ത സാക്ഷാൽ ശ്രീബുദ്ധൻ സത്വഗുണം. നല്ലപോലെ മനസ്സിലായില്ലേ? അതേ കണക്ക് പ്രണയത്തിലും പറഞ്ഞു തരാം. ഒരു പുരുഷൻ പറയുകയാണ് സ്ത്രീയോട്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്ത്രീ പെരുമാറണം, എനിക്ക് വേണ്ടിയാണ് ഞാൻ സ്ത്രീയെ സ്നേഹിക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവളിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ എന്താ പറയുന്നത്? അവൾക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത വന്നാൽ നമ്മൾ കോപിക്കും, അത് രജോ ഗുണം. ചിലർ ഒരു പടി കൂടി കടന്ന് കോപിച്ചിട്ട് അടി കൊടുക്കും, അത് തമോ ഗുണം. അതേസമയം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ് പ്രിയേ, നിനക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഒരിക്കലും കോപിക്കുന്നില്ല. നിന്റെ തെറ്റുകൾ ഞാനല്ലാതെ ആരാണ് ക്ഷമിക്കുന്നത്? അത് സത്വഗുണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സത്വഗുണം, രജോ ഗുണം ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മനസ്സിലാകണം. അത് മനസ്സിലായാലേ ഇത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു വൈകുന്നേരത്ത് സിച്ചറി കോജൂൺ എന്ന് പറയുന്ന ഒരു സെൻ ഗുരു ഉണ്ട്. വളരെ പ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹം തൻ്റെ സൂത്രങ്ങൾ ഉരുക്കഴിക്കുമ്പോൾ ഒരു കള്ളം വന്ന് വാള് കഴുത്തിന് വെച്ചിട്ട് പറഞ്ഞു, എടുക്ക്, ഇവിടെ ഇരിക്കുന്ന പൈസ മൊത്തം എടുക്ക്, നിനക്ക് ജീവൻ വേണോ പണം വേണോ? അപ്പം അദ്ദേഹം അലക്ഷ്യമായിട്ട് പറഞ്ഞിട്ട് അപ്പാണ് മാറ്റി, പൈസയാണ് അതല്ല അവിടെ ഇരിപ്പോ, നിനക്ക് ആവശ്യമുള്ള എടുത്തോ. കള്ളൻ ഞെട്ടിപ്പോയി. എന്നിട്ട് കള്ളൻ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞേ, പിന്നെ ഒരു ഇച്ചിരി വെച്ചേക്കണേ, എനിക്ക് നാളത്തെ ആവശ്യത്തിന് വേണം, ഇച്ചിരി വെച്ചേക്കണേ, ബാക്കി നീ എടുത്തോ കേട്ടോ. അപ്പോൾ ബാക്കി അവൻ എടുത്തിട്ട് കള്ളം പോകാൻ പോയപ്പോൾ ഈ ഗുരു, ആ ഗുരുവിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, സിച്ചിറി കോജൂൺ. ആ ഗുരു വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വന്നേ, എടാ നീ ഇവിടെ വന്ന് നിനക്ക് ഞാൻ പൈസ തന്നതല്ലേ, ഇവിടെ ഒരു നന്ദി പറഞ്ഞിട്ട് പോടാ നീ. ഉടനെ അവൻ വന്നിരുന്നു, അവനങ്ങ് കള്ളനങ്ങ് ആകെ അങ്ങ് വട്ടളവി. അവൻ പറഞ്ഞു, വന്നിട്ട് നന്ദി പറഞ്ഞു. എന്നിട്ട് ഇവൻ തിരിച്ചു എന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇത്രയും പതറിപ്പോയ ഒരു മനുഷ്യനില്ല. ഇവനെ പോലീസ് പിടിച്ചു. അപ്പോൾ പോലീസ് ഇവനെയും കൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ അവനത് കൊടുത്തതാണല്ലോ, ഈ പണം ഞാൻ അവന് കൊടുത്തതാണല്ലോ. അതോടുകൂടി കള്ളൻ ഫ്ലാറ്റായി, അവൻ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി. ഒടുവിൽ അവന് അവബോധം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കള്ളൻ ഗുരുവിൻ്റെ കഴുത്തിൽ വാളുവെച്ച സമയമുണ്ടല്ലോ, ആ സമയത്ത് അവനെ ഭരിച്ചിരുന്നത് തമോ ഗുണമാണ്. ഗുരു ചിരിച്ചുകൊണ്ട് പണം എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞപ്പോൾ ആ പണവും എടുത്തുകൊണ്ട് പോയപ്പോൾ രജോ ഗുണമാണ്. അതേസമയം ആ ഗുരു ആകട്ടെ ഇതിലൊന്നും ഭയക്കാതിരുന്നപ്പോൾ ഏതാണ്? സ്വാത്വിക ഗുണം. ഇപ്പം നിങ്ങൾക്ക് തമോ ഗുണം, രജോ ഗുണം, സ്വാത്വിക ഗുണം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് രജോ ഗുണവും തമോ ഗുണവും തമ്മിൽ കൂടിക്കലരില്ല. ഒരാൾക്ക് ഒരു നേരം ഒറ്റ ഭാവത്തിലേ ഇരിക്കാൻ പറ്റൂ. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് കോപം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ അത് രജോ ഗുണമാണ്. ആ സമയത്ത് എങ്ങനെ സാത്വിക ഗുണം വരും? കോപം കൊണ്ട് നിങ്ങൾക്കിട്ട് കുറ്റുപൊളക്കെ അട്ടിക്കുന്നു, അല്ലെങ്കിൽ തലമുടി പിടിച്ചു വെച്ച് മതിലി ഇടിക്കുന്നു, അത് തമോ ഗുണമാണ്. അവിടെ എങ്ങനെയാണ് സത്വഗുണം വരുന്നത്? ഒരിക്കലും വരാൻ വഴിയില്ല. അപ്പോൾ ഒരു സമയം ഒരേ ഗുണമേ വരുത്തുള്ളൂ. അപ്പോൾ രാധേ രാധേ ചാനൽ കാണുന്നവർ ആഗ്രഹിക്കുക, സത്വഗുണം കൊണ്ടുള്ളതാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ നിങ്ങൾ സത്വഗുണം വളർത്തിയെടുക്കണം. എങ്ങനെയാണ് സത്വഗുണം വളർത്തിയെടുക്കുന്നത്? സത്വഗുണം വളർത്തിയെടുക്കാൻ ഞാൻ 2 വഴികൾ പറഞ്ഞു തരാം. ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഗുർജീഫ് എന്നൊരു സെൻ ഗുരു, ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുത്തച്ഛൻ മരിക്കുന്നു. ഇദ്ദേഹത്തിന് 9 വയസ്സുള്ളപ്പോഴാണ് മുത്തച്ഛൻ മരിക്കുന്നത്. ആ മുത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ആ ഉപദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല, നിനക്ക് ഈ ജീവിത നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അദ്ദേഹം ഗുർജീഫിന് പറഞ്ഞു കൊടുത്ത ഉപദേശം ഞാൻ പറയുകയാണ്. നിനക്ക് എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെയ്യുക. നല്ല കാര്യമുണ്ടെങ്കിൽ ഉടനെ ചെയ്യുക.
അതിനുശേഷം 9 വയസ്സേ ഉള്ളെങ്കിലും ഈ ഗുർജിഫിനെ ആരെങ്കിലും അപമാനിക്കുകയോ ഗുർജിഫിനെ വേദനിപ്പിക്കുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഗുർജിഫ് ഉടനെ കുട്ടിയാണെങ്കിലും പറയും, ഞാൻ മുത്തച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട് 24 മണിക്കൂർ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന് മറുപടി പറയാം. ആ 24 മണിക്കൂർ കഴിയുമ്പോൾ അവന് പറയാനൊന്നുമില്ല. അങ്ങനെ വന്നപ്പം പ്രതികരിക്കാതായി. പതുക്കെ 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 അദ്ദേഹത്തിൽ സാത്വിക ഗുണം വളർന്നു. അപ്പോൾ ഇന്ന് മുതൽ ഈ നാരായണീയം വായിക്കുന്നവർ ഇത് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരാളോട് കഠിനമായി പ്രതികരിക്കേണ്ടി വരുമ്പം 24 മണിക്കൂർ നല്ല കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പം ഞാൻ സാത്വിക ഗുണം നിങ്ങൾക്ക് വളർത്തിയെടുക്കാനുള്ള മാർഗം പറയുക. കാരണം എന്നാലേ ഗുരുവായൂരപ്പനെ കിട്ടൂ. ഈ സ്വാത്വിക ഗുണവുമായിട്ട് വേണം നമ്മൾ നാരായണീയം വായിക്കാൻ. നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് എപ്പോഴും ചോദിക്കും, എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണം, ഭഗവാനെ കാണണം. ഭഗവാനെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു ഒരു ബദിരനെ പോലെ എങ്ങോട്ടേക്കെങ്കിലും നോക്കിയിരിക്കും. ഇവൻ എന്തൊക്കെ ചോദിച്ചാലും ഗുരു മറുപടി പറയും. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് മാത്രം ഗുരു മറുപടി പറയത്തില്ല. അവസാനം ഇവൻ സഖികെട്ട് ഗുരുവിനെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം തരാത്തത്? അപ്പൊ ഗുരു പറഞ്ഞു, മറുപടി ഞാൻ എപ്പോഴേ പറഞ്ഞു, നീ കേൾക്കാത്തതാണ്. എന്തു മറുപടി? നീ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇല്ല. അത് തന്നെ, മൗനം. ഭഗവാനെ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം നിശബ്ദതയാണ്. നിശബ്ദത കൊണ്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ലൗകിക ജീവിതത്തിൽ നിങ്ങൾ മുഴുകുമ്പോൾ ആവശ്യത്തിന് സംസാരിക്കുക, മൗനം പാലിക്കേണ്ട സമയത്തൊക്കെ പാലിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സത്വഗുണം വളർന്നു വരും. അപ്പം ആ വരിയുടെ അർത്ഥം എല്ലാവർക്കും പിടികിട്ടിയല്ലോ. അടുത്ത നോക്കിയേ നിങ്ങൾ, നിർമ്മലം. നിർമ്മലം പരിശുദ്ധം. തേന താവത്, അതുകൊണ്ട് മാത്രം, പരിശുദ്ധമായതുകൊണ്ട് മാത്രം. ആ ഒറ്റ വരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. നിർമ്മലം തേന താവത്, പരിശുദ്ധമായതുകൊണ്ട് മാത്രം. അതായത് ഇവിടെ പരിശുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് സത്വഗുണമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രം. ഏതുകൊണ്ട്? സത്വഗുണം ഉള്ളത് കൊണ്ട് മാത്രം ഉണ്ടായത്. ആ സത്വഗുണം കൊണ്ട് മാത്രം ഉണ്ടായതാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ തമോ രജോ ഗുണങ്ങളുള്ളവർ അത് ഉപേക്ഷിക്കണം. തമോ ഗുണവും രജോ ഗുണവും ഉള്ളവർക്ക് സത്വഗുണമുള്ള ഗുരുവായൂരപ്പനെ കിട്ടില്ല. കാരണം സത്വഗുണത്തിൻ്റെ കൂടെ രജോ ഗുണവും കലരത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ പ്രാപിക്കണമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ലോകത്തുള്ളവരെല്ലാം സത്വഗുണമുള്ളവരാണ്. അവിടെ രജോ ഗുണമുള്ളവരെ ചേർക്കത്തില്ല. അതായത് ചൂട് ചായയിൽ നാരങ്ങ വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റും? അതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് നിങ്ങളുടെ വൈകുണ്ഠത്തേക്കോ ഗോകുലത്തിലേക്കോ കൊണ്ടുപോകണം, ഗോലോകത്തേക്കോ. അപ്പോൾ ഈ വൈകുണ്ഠവും ഗോലോകവും സത്വഗുണം മാത്രമുള്ളവരാണ്. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. നിങ്ങൾക്കിവിടെ കോപമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സങ്കടമുണ്ട്, അപ്പോൾ രജോ ഗുണമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അമ്പലത്തിൽ പോകും, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നാമം ജപിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ കുറേ നാമം ജപിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങളെയും കൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്ത് പോയാൽ ഭഗവാൻ പെട്ടുപോകും. എന്തുകൊണ്ട്? അവിടെ ചെല്ലുമ്പോഴും ഈ രജോ ഗുണം വരും, നമുക്ക് തമോ ഗുണം വരും. അവിടെയുള്ള മനുഷ്യർക്ക് ഇങ്ങനൊരു ഗുണത്തെക്കുറിച്ച് അറിയില്ല. മനസ്സിലല്ലേ? വൈകുണ്ഠത്തും ഗോലോകത്തും ഉള്ളവർക്ക് കോപം എന്തെന്ന് അറിയില്ല. അവർക്ക് രജോ ഗുണവും തമോ ഗുണവും അവർക്ക് അറിയില്ല. അപ്പം അവിടെ നിങ്ങൾ ചെന്നാൽ ആകപ്പാടെ കുഴപ്പമാവും. ഒരു കുടം പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ അതെങ്ങനെ ചീത്തയാകും? അതുപോലെ. അതുകൊണ്ട് നാരായണീയം കാണുന്നവര് നിങ്ങൾക്ക് ഭഗവാനെ കാണണോ? കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ സത്വഗുണം വളർത്തണം. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. അടുത്ത വരി, ഇപ്പൊ ഈ 2 വരി നിങ്ങൾക്കെല്ലാം പിടികിട്ടിയല്ലോ. അടുത്ത വരി കേട്ടെ, ഭൂതൈർ. ഭൂതൈർ ഉണ്ടായത്. മനസ്സിലായില്ലേ? ഉണ്ടായവ. ഭൂതേന്ദ്രിയസ്തേ. ഭൂതേന്ദ്രിയസ്തേ പഞ്ചഭൂതങ്ങളാൽ. അത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞല്ലോ, പൃഥ്വ്യപ്തേജോ വായുവാകാശങ്ങൾ. അപ്പൊ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ശരീരം എങ്ങനെ ഉണ്ടായത്? അതാണ് ഭൂതൈർ. ഭൂതൈർ ഉണ്ടായത്. ഏത്? ഗുരുവായൂരപ്പന്റെ ശരീരം ഉണ്ടായത്. വാ ഭൂതേന്ദ്രിയസ്തേ,
പഞ്ചഭൂതേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടായി. വപുരിതി, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശരീരം. ബഹുശ, പലപ്പോഴും. ശ്രൂയതേ, കേൾക്കപ്പെടുന്നു. വ്യാസവാക്യം, വ്യാസമഹർഷി എപ്പോഴും പറയാറുണ്ട്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ശരീരം അതീവ സത്വഗുണം നിറഞ്ഞ, ഏതുകൊണ്ടുണ്ടായത്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാന്റെ ശരീരം നമ്മളെപ്പോലെ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷേ അതൊക്കെ ഏതാണ്? സ്വാത്വിക ഗുണം മാത്രമുള്ളതാണെന്ന് വ്യാസഭഗവാൻ പറയുന്നു. അതായത് ബ്രഹ്മം എന്നത്, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളണം, ബ്രഹ്മം എന്നത് ഈ സത്വഗുണവും ഇല്ല, രജോ ഗുണവും ഇല്ല, തമോ ഗുണവും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വലിയ പ്രകാശരൂപം, ആ പ്രകാശരൂപം പിന്നെ എങ്ങനെയാണ് സത്വഗുണമുള്ള ഗുരുവായൂരപ്പനായിട്ട് മാറിയത്? ശ്രദ്ധിച്ചോണം. ബ്രഹ്മത്തിൽ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ, വലിയ പ്രകാശഗോളം. ആ പ്രകാശഗോളത്തിൽ ഗുണം കലരുമ്പോൾ അതിന് രൂപം കിട്ടും. ഗുണം കലരാത്തപ്പോഴാണ് അത് നിർഗുണമായിട്ടിരിക്കുന്നത്. ഗുണം കലരുമ്പോൾ അതിന് രൂപം ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, പാല് ബ്രഹ്മമാണെന്നിരിക്കട്ടെ, അതിനകത്ത് തേയില ഇടുമ്പോൾ അതിനൊരു രൂപവുമായി, അതിനൊരു ഗുണവുമായി. കോഫി പൗഡർ ഇടുമ്പോൾ ഒരു ഗുണമായി. മനസ്സിലായില്ലേ? തൈര് അതിനകത്തേക്ക് ഒഴിച്ചാൽ അത് മറ്റൊരു ഗുണമായി, രജോ ഗുണമുള്ള ഒന്നായി മാറി. നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് തമോ ഗുണമുള്ള ഒന്നായി മാറി. പാലിന് ഇതൊന്നുമില്ല. അതുപോലെ ബ്രഹ്മത്തിൽ ഗുണങ്ങൾ ചേരും. അങ്ങനെ ബ്രഹ്മത്തിൽ സത്വഗുണം ചേർത്തപ്പോൾ മഹാവിഷ്ണു ഉണ്ടായി. ഇതേ ബ്രഹ്മത്തിൽ രജോ ഗുണം ചേർത്തപ്പോഴാണ് ബ്രഹ്മാവുണ്ടായത്. ഇതേ ബ്രഹ്മത്തിന് തമോ ഗുണം വന്നപ്പോഴാണ് ശിവനുണ്ടായത്. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രകാശം. ആ പ്രകാശത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സത്വഗുണവുമില്ല, രജോ ഗുണവുമില്ല, തമോ ഗുണവുമില്ല, ആരോടും മുട്ടലില്ല. എന്നാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നേർവഴിക്ക് നയിക്കാൻ വേണ്ടി, പിന്നെ പ്രപഞ്ചം പരിപാലിക്കുന്നതിനും വേണ്ടി ഈ ബ്രഹ്മത്തിൽ സത്വഗുണം മാത്രം ചേർന്നപ്പോൾ ആര് വന്നു? മഹാവിഷ്ണു ഉണ്ടായി. അത് ഈ രജോ ഗുണം ചേർന്നപ്പോൾ ബ്രഹ്മാവുണ്ടായി. തമോ ഗുണം ചേർന്നപ്പോൾ ശിവഭഗവാനുണ്ടായി. പക്ഷേ ഇവിടെ ആലോചിക്കുക, ഇത് ശിവനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തമോ ഗുണമല്ല, ശുദ്ധമായ തമോ ഗുണം. ബ്രഹ്മാവിനുള്ളത് ശുദ്ധമായ രജോ ഗുണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന ആളാണ്. മനസ്സിലായില്ലേ? ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന ആളാണ്. ബ്രഹ്മാവ് ഒരിക്കലും കാമപൂർത്തിക്ക് വേണ്ടിയല്ല സൃഷ്ടി നടത്തുന്നത്, പ്രപഞ്ചം നിൽക്കാനാണ്. അപ്പോൾ സൃഷ്ടി നടത്തുന്നവൻ എപ്പോഴും രജോ ഗുണമുള്ളവനാണ്. പക്ഷേ ബ്രഹ്മാവിൻ്റെ രജോ ഗുണം ശുദ്ധമാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ, ഈ രജോ ഗുണം തമോ ഗുണം എന്ന് പറയുന്നത് സാത്വിക ഗുണം. ഇത് രണ്ട് തരത്തിലുണ്ട്, ശുദ്ധമായതും അശുദ്ധമായതും. ഇനി നമ്മുടെ ശിവഭഗവാൻ ഈ പ്രപഞ്ച രക്ഷയ്ക്ക് വേണ്ടിയാണ് സംഹാരം നടത്തുന്നത്, അല്ലാതെ ഒരാളെ കൊല്ലാൻ വേണ്ടി കൊല്ലുന്നതല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശിവഭഗവാന്റെ തമോ ഗുണം എന്ന് പറയുന്നത് ആരാകുന്നു? ശുദ്ധമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. മനസ്സിലായില്ലേ? ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവ രണ്ട് തരത്തിലുണ്ട്, ശുദ്ധവും അശുദ്ധവും. നമ്മൾ ഭൂമിയിൽ ജന്മം കൊള്ളുമ്പോൾ നമുക്കും ഈ ഗുണങ്ങൾ നമ്മുടെ ഇതിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്വഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും വേണ്ടുന്ന സഹായം ചെയ്യും. പക്ഷെ ചില ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോൾ പൊട്ടിത്തെറിക്കും, അതല്പം അശുദ്ധമായ സത്വഗുണം. രജോ ഗുണം സൃഷ്ടി നടത്തുന്നതാണ് രജോ ഗുണം. ഇപ്പം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. രജോ ഗുണം ശുദ്ധമാകുന്നതും അശുദ്ധമാകുന്നതും എപ്പോൾ? ശ്രദ്ധിച്ചു കേട്ടോണേ. രജോ ഗുണം രണ്ട് തരത്തിൽ, ശുദ്ധവും അശുദ്ധവും. നമ്മൾ മനുഷ്യർ ഈ രജോ ഗുണത്തെ ശുദ്ധ രജോ ഗുണമാക്കി ജീവിച്ചാൽ കുഴപ്പമില്ല, ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന്. അതിനെ രജോ ഗുണമായി കൂട്ടില്ല, അതിനെ സ്വാത്വിക ഗണത്തിൽപ്പെടുത്തും. നമ്മുടെ ഉള്ളിലെ തമോ ഗുണവും ശുദ്ധ തമോ ഗണമാണെങ്കിൽ കുഴപ്പമില്ല എന്ന്. ശിവൻ ശുദ്ധ തമോ ഗണമല്ലേ, അതെങ്ങനെ ആക്കാമെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, സൃഷ്ടി നടത്തുന്നതാണ് രജോ ഗുണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഭാര്യ ഉറക്കെ കിടക്കുകയാണ്,
നിങ്ങൾ നടന്നു വരുമ്പോൾ ഭാര്യയുടെ ശരീരഭാഗം കാണുന്നു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾക്ക് വികാരമുണ്ടാകുന്നു. അപ്പം നിങ്ങൾ സൃഷ്ടി നടത്താൻ അല്ലെങ്കിൽ രതിയിലേക്ക് തുടങ്ങിയാൽ അത് അശുദ്ധമായ രജോഗുണം. അതേസമയം പ്രണയത്താൽ തിളച്ചുമറിഞ്ഞ് എൻ്റെ ഹൃദയം കൊണ്ട് നിന്റെ ഹൃദയത്തെ എനിക്ക് തൊടാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമത്തോടെ അവളെ ആലിംഗനം ചെയ്ത് നമ്മളെ രണ്ടിനെയും അകറ്റുന്ന ഈ ഉടലിനെ അതിജീവിക്കണം, ഈ ഉടലിനെ ഇല്ലാതാക്കി എനിക്ക് നിന്റെ ഹൃദയത്തിൽ തൊടണം എന്ന രീതിയിൽ നിങ്ങൾ പ്രണയത്താൽ തിളച്ചു രതിലീല നടത്തുമ്പോൾ അതാരായി? ശുദ്ധമായ രജോഗുണം. അതുകൊണ്ടാണല്ലോ ബ്രാഹ്മൺസ് എങ്ങനെ ചെയ്യുന്നത്? സൃഷ്ടി അവർക്ക് കൊച്ചു ജനിക്കണമെങ്കിൽ അവർ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്ത് വിളക്ക് കത്തിച്ച് രണ്ടുപേരും ഭഗവാന്റെ മുമ്പിൽ ചെന്ന് സൽസന്താന യോഗം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് രതിലീലയിൽ ഏർപ്പെടും. അത് ശുദ്ധമായ രജോഗുണം. ഇന്ന് മുതൽ നിങ്ങൾ ശുദ്ധമായ രജോഗുണത്തിൽ ചേരണം. ഇനി തമോ ഗുണം എങ്ങനെയാണ് ശുദ്ധമാകുന്നത്? നമ്മളെ മക്കള് നന്നാകാൻ വേണ്ടിയാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ അത് ശുദ്ധമായ തമോ ഗുണം. പലപ്പോഴും നമ്മൾ അങ്ങനല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അടിക്കുമ്പോൾ തോന്നൽ വേണം, ഇവന് 2 കൊടുത്താലേ നന്നാകൂ, ഇല്ലെങ്കിൽ ഇവൻ നന്നാകത്തില്ല. ഈ തോന്നലിൽ അടി കൊടുത്താൽ അടിക്ക് വെയിറ്റ് കുറയും. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കലി തീരാനാ മക്കളെ അടിക്കുന്നത്. അതുകൊണ്ടാണ് അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമം വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അടിച്ചിട്ട് വിഷമം വരുന്നെങ്കിൽ നിങ്ങൾക്ക് തമോ ഗുണമാണ്. നന്നാകാൻ വേണ്ടി 2 കൊടുക്കുന്നതാണ് ശുദ്ധമായ ഇതെന്ന് പറയുന്നത്. നന്നാകാൻ വേണ്ടി കർക്കശമായി ശാസിക്കുന്നതും ശുദ്ധമായ തമോ ഗുണം. ഇപ്പോൾ മഹാനായ ഒരു ഋഷിയാണ് ഫരീദ്. ഫരീദ് തൻ്റെ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം ആ ഋഷിയെ ഇഷ്ടമാണ്. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടമാണ്. അവിടെ ഒരു സ്കൂള് തുടങ്ങി. ആ സ്കൂളിന് അല്പം ധനസഹായവും വേണം. അവിടെ ഗ്രാമവാസികൾ ഫരീദ് എന്ന് പറയുന്ന ഋഷിവര്യനെ നിർബന്ധിച്ചു അക്ബർ ചക്രവർത്തിയെ കണ്ട് ഉദ്ഘാടനത്തിന് ക്ഷണിക്കണം. അപ്പോൾ അദ്ദേഹം വരും, സഹായം കിട്ടും. ഇവരുടെ നിർബന്ധം കഠിനമായപ്പോൾ ഫരീദ് പോയി. ഫരീദ് കൊട്ടാരത്തിൽ ആദ്യമായിട്ട് പോവുകയാണ്. ചെന്നപ്പം ചക്രവർത്തി തൻ്റെ സ്വകാര്യമായി നിർമ്മിച്ച പള്ളിയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഫരീദ് അക്ബർ ചക്രവർത്തിയുടെ പള്ളിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ പള്ളിയുടെ പിന്നാമ്പുറത്ത് നിന്നപ്പോൾ അക്ബർ ചക്രവർത്തി പ്രാർത്ഥിക്കുന്നത് കേൾക്കുകയാണ്. ഹേ ദൈവമേ, എന്തെല്ലാമാണോ നീ എനിക്ക് നൽകിയിട്ടുള്ളത് അതൊന്നും എൻ്റെ ആവശ്യത്തിന് മതിയാകുന്നില്ല. അതിനേക്കാൾ എത്രയോ കൂടുതൽ എനിക്ക് ആവശ്യമുണ്ട്. അല്ലയോ സർവശക്തനായ ദൈവമേ, എൻ്റെ സാമ്രാജ്യത്തെ ഇതിനേക്കാൾ വലുതാക്കി തീർക്കണേ. ദയവായി എനിക്ക് കൂടുതൽ ധനവും പ്രശസ്തിയും ഉണ്ടാക്കി തരണേ. ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് ഇദ്ദേഹം. അപ്പം പറയുകയാണ്, ഫാസ്റ്റ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ധനം ചോദിക്കാനാണ് വന്നത്, സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയിട്ട്. അപ്പോൾ ഇദ്ദേഹമാകട്ടെ തനിക്കുള്ളത് പോലും തികയുന്നില്ല എന്നും ഭഗവാനോട് കൂടുതൽ വേണമെന്ന് ഇയാൾ യാചിക്കുകയാണ്. അപ്പോൾ ഇയാളാണ് യാചകൻ, ദൈവമാണ് ചക്രവർത്തി. യാചകൻ്റെ അടുത്ത്, പിച്ചക്കാരൻ്റെ അടുത്ത് എന്ന് യാചിച്ചിട്ട് കാര്യമുണ്ടോ? ഫരീദ് തിരിഞ്ഞു നടന്നു. അപ്പോൾ അക്ബർ കണ്ടു. അക്ബർ ചക്രവർത്തി ഓടി വന്ന് വിളിച്ചു. അദ്ദേഹത്തിന് ഫരീദിനെ അറിയാം. ഫരീദ് എന്താ വന്നേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലായത്, ഒരു യാചകൻ്റെ അടുത്താണ് ഞാൻ വന്നത്. നിങ്ങൾക്കുള്ളത് തികയുന്നില്ല, ബാക്കി തരണേ എന്ന് യാചിക്കുന്നു. നിങ്ങൾ പിച്ചക്കാരനാണ്, ചക്രവർത്തി ദൈവമാണ്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചോളാം. ഈ സ്കൂള് ഞാൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ് അക്ബർ ചക്രവർത്തി പുറവിന് നടന്നിട്ടും ഫരീദ് സമ്മതിച്ചില്ല. ആ ഫരീദ് അക്ബർ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ പിച്ചക്കാരനാണെന്ന് പറഞ്ഞത് തമോ ഗുണമാണ്. പക്ഷേ അത് അക്ബർ ചക്രവർത്തിയെ നന്നാക്കാനാണ്. അത് ശുദ്ധമായിട്ടുള്ള തമോ ഗുണമാണ്. അതേ കണക്കാ നമ്മുടെ രാജ്യത്തെ മേഴ്സി കില്ലിംഗ് എന്ന് പറയുന്നത് ശുദ്ധമായ തമോ ഗുണമാണ്. അല്ലേ? ഒരാൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു, ആ സമയത്ത് ഇനി അയാൾക്കൊന്നും ചെയ്യാനില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് അനുവാദം വേണം. അപ്പോൾ നമ്മൾ മരുന്ന് കുത്തിവെച്ച് അയാളെ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. ഇത് ശുദ്ധമായ ഏതായി മാറുന്നു? തമോ ഗുണമായിട്ട് മാറുന്നു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് കിടക്കാം. ആ വരി എന്താണ്? തൽസച്ഛത്വാദ്യ. അത് കേൾക്കണം. തത്ത് അധികം സ്വച്ഛത്വാത്. അത് ചേർത്ത് എഴുതുമ്പോഴാണ് തൽസ്വ എന്ന് വരുന്നത്. അല്ലാതെ സ എന്ന വാക്ക് സത്യത്തിൽ അവിടെ ഇല്ല, അത് വരുന്നതാണ്. തത്തെന്ന് പറഞ്ഞാൽ അത്. ഏത്? ആ ശരീരം. ഏത് ശരീരം? ഗുരുവായൂരപ്പൻ്റെ ശരീരം. സ്വച്ഛത്വാദ്യ. സ്വച്ഛത്വാദ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധി.
അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശരീരം പരിശുദ്ധിയുള്ളതെന്നാണ് ആ വരിയുടെ തൽ സ്വച്ഛത്വാദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇനി വട്ടതിരിപ്പാട് പറയുന്ന വരി നോക്കേ, ദച്ഛാദിത. ദച്ഛാദിത മറവില്ലാത്തത്, ഒളിവില്ലാത്തത്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നത്. പരബ്രഹ്മത്തെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. ഇവിടെ ഗുരുവായൂരപ്പനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. അപ്പോഴോ പരസുഖ എന്ന് പറഞ്ഞാൽ എന്താ? പരമാനന്ദം. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്താ ആനന്ദം, പരമാനന്ദം കണ്ണുകൾക്ക് തീർന്നില്ല. ചിത് ഗർഭ, ചിത് ഗർഭ മനസ്സിനുള്ളില് നിർഭാസേ. നമ്മുടെയൊക്കെ ഗുരുവായൂരപ്പൻ്റെ രൂപം കാണുന്ന നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അതങ്ങനെ വിളങ്ങുകയാണ് ഗുരുവായൂരപ്പൻ്റെ രൂപം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വരിയുടെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ സത്വഗുണം കൊണ്ട് പരിശുദ്ധി പൂണ്ട രൂപമാണ് ഗുരുവായൂരപ്പൻ്റേത്. അളവില്ലാത്ത ആനന്ദമാണത് നമുക്ക് നൽകുന്നത്. ഭഗവാൻ പരിശുദ്ധനാണ്, ജ്ഞാനരൂപനാണ്. അതാണ് ചിത് ഗർഭ. ചിത് രണ്ടർത്ഥം, ഒന്ന് മനസ്സ്, പിന്നെ ചിത്തിന് മറ്റൊരർത്ഥവും കൂടെ നമുക്ക് പറയാം. നമ്മൾ ചിദ്രൂപം എന്ന് പറയും. ചിദ്രൂപം എന്ന് പലപ്പോഴും ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ചിത് എന്ന വാക്കിനെ സംസ്കൃതത്തിൽ പറയുന്നത് ചിരി സജ്ഞാനെ എന്നാണ്. ഈ നിർവചനമനുസരിച്ച് ചിത് എന്ന വാക്കിന് ജ്ഞാനം എന്നർത്ഥം ഉണ്ടെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ജ്ഞാനം. അതുകൊണ്ടാണ് ഭഗവാനെ ചിദ്രൂപൻ എന്ന് നമ്മൾ പറയാറുണ്ട്, ജ്ഞാനസ്വരൂപൻ. ഭട്ടതിരിപ്പാട് അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കുക, നമ്മുടെ ഭഗവാൻ, നമ്മുടെയൊക്കെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ജ്ഞാനസ്വരൂപനാണ്. എന്താണ് ഈ ജ്ഞാനസ്വരൂപൻ? ഇതിന് രണ്ടർത്ഥമുണ്ടെന്നറിയുക. ഒന്നാമത്തെ അർത്ഥം, ഭഗവാൻ ജ്ഞാനസ്വരൂപനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിലെ സകല അറിവുകളുടെയും കേന്ദ്രമാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. രണ്ടാമത്തെ അർത്ഥം, ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് മാത്രം കിട്ടുന്നവനാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ എൻ്റെ ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും, അയ്യോയ്യോ അറിവ് കൊണ്ട് മാത്രം കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് പാണ്ഡിത്യമില്ലല്ലോ. വിഷമിക്കണ്ട. ഈ ജ്ഞാനം പുസ്തകം കൊണ്ട് വായിച്ചാൽ കിട്ടുന്നതല്ല. ഈ ജ്ഞാനം എങ്ങനെ കിട്ടുന്നു? ഭക്തി കൊണ്ട് കിട്ടുന്നു. അതാണ്. ഈ ജ്ഞാനം ഭക്തി കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും. എന്താ ഈ ജ്ഞാനം? അറിവ്. അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും നമ്മുടേതല്ല. അതൊന്നും നമ്മുടെ സ്വന്തമല്ല. മക്കളായാലും ഭർത്താവായാലും അയൽക്കാരനായാലും ഭാര്യയായാലും ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഇതിലീ കുരുങ്ങി സംസാര ചക്രത്തിൽ പെട്ട് കറങ്ങിപ്പോകും. മനസ്സിലായില്ലേ? ഈ ജന്മത്തെ ആഗ്രഹം തീരാൻ അടുത്ത ജന്മം അങ്ങനെ നിങ്ങൾ പൊയ്പോകും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ബുദ്ധൻ ആഗ്രഹം ഒടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, കൃഷ്ണ ഭഗവാൻ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് കൃഷ്ണ ഭഗവാൻ ബുദ്ധ അവതാരത്തിൽ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ തന്നെയാണ് ബുദ്ധനായി വന്നിട്ട് പറയുന്നത്. അപ്പോൾ കൃഷ്ണന് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് ബുദ്ധ സൂക്തങ്ങൾ. ആ ബുദ്ധ സൂക്തം ഉടൻ നമ്മുടെ രാധേ രാധേ ചാനലിൽ വരുന്നുണ്ട്. അപ്പം അറിവ്, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അച്ഛൻ, അമ്മ, മക്കള്, സമ്പത്ത്, സെക്സ് ഇതിനോടൊക്കെ വൈരാഗ്യം ഉണ്ടാകും. അപ്പോൾ ഭക്തി കൊണ്ടാണ് ജ്ഞാനം കിട്ടുന്നത്. നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കിച്ചു തരാം, ഭക്തി കൊണ്ട് എങ്ങനെ ജ്ഞാനം കിട്ടുമെന്ന്. മീരാഭായിയുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ ഇല്ലേ? നമ്മുടെ മീര മധുരയിലെത്തി. അവിടെ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുഖ്യ പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും താൻ സ്ത്രീകളെ കാണത്തില്ല എന്ന് ഉഗ്ര പ്രതിജ്ഞ എടുത്ത ആളാണ്. അദ്ദേഹം 30 വർഷമായിട്ട് സ്ത്രീകളെ കാണാറില്ല. അദ്ദേഹം സ്ഥിരം അമ്പലത്തിനകത്താണ്. അമ്പലത്തിലേക്ക് സ്ത്രീകളെ കടത്തി വിടത്തില്ല. അദ്ദേഹം അമ്പലത്തിന് പുറത്തോട്ടും വരില്ല. അദ്ദേഹം കൃഷ്ണനെ പൂജിച്ച് കഴിയുകയാണ്. അദ്ദേഹത്തിന് സ്ത്രീകളെ കാണില്ല. ആ സമയത്താണ് നമ്മളെ മീരാഭായി എത്തുന്നത്. മീര മധുരയിലെത്തി കൃഷ്ണനെക്കുറിച്ചുള്ള പ്രേമ മധുരമായ ഗാനങ്ങൾ പാടി ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. ആ നൃത്തത്തിൽ കാവൽക്കാരും അതിമറന്നുപോയി. മീരാഭായി കൃഷ്ണ
എന്ന് വിളിക്കൂ. ആ കൃഷ്ണ എന്ന വിളി കേട്ട് കഴിഞ്ഞപ്പോൾ കാവൽക്കാരും കൂടെ വിളിക്കാൻ തുടങ്ങി കൃഷ്ണ. ആ ഘട്ടത്തിൽ കാവൽക്കാർ പോലും അറിയാതെ അവരെ മയക്കി മീര ഉള്ളിലേക്ക് കടന്നു. അപ്പോഴും ആ കാവൽക്കാർ കൃഷ്ണ കൃഷ്ണ എന്നിങ്ങനെ ജപിച്ചു നിൽക്കുകയാണ്. അതിനകത്ത് കയറി മുഖ്യ പുരോഹിതൻ മീരയെ കണ്ടു. അയാൾ പൊട്ടിത്തെറിച്ചു. അയാൾ പറഞ്ഞു, കട്ടക്ക് പുറത്ത്, നിന്നോട് ആരാണ് പറഞ്ഞത് ഇതിനകത്ത് കയറാൻ? ഈ അമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? പോകൂ, ഈ അമ്പലത്തിൽ നിന്ന് പുറത്തു പോകൂ എന്ന് പറഞ്ഞു. അപ്പൊ മീരാബായി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്നോ? പിന്നെ നിങ്ങൾ ആരാണ്? അപ്പൊ പൂജാരി ഞെട്ടിപ്പോയി. എന്താ ഞാൻ ആരാണെന്നോ? ഞാൻ പുരുഷൻ, നീ സ്ത്രീ. മീര പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ചിട്ട് മീര പറഞ്ഞു, മധുരയിൽ, വൃന്ദാവനത്തിൽ, ഈ ഭൂമി മലയാളത്തിൽ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് കൃഷ്ണനാണ്. ശ്രീകൃഷ്ണനാണ് ഒരേ ഒരു പുരുഷൻ. ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. 30 വർഷം കൃഷ്ണനെ പൂജ ചെയ്തിട്ടും നിങ്ങൾക്കിത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അപ്പോഴാണ് മുഖ്യ പുരോഹിതൻ മനസ്സിലാക്കുന്നത്, അതെ, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. ആ ഒരേ ഒരു പുരുഷൻ ആരാണ്? ശ്രീകൃഷ്ണനാണ്. ബാക്കി എല്ലാം സ്ത്രീകളാണ്. അപ്പം നിങ്ങളും സ്ത്രീയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ മുഖ്യ പുരോഹിതൻ പറഞ്ഞു, ഇതെൻ്റെ കണ്ണു തുറപ്പിച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അയാൾ അപ്പോഴേ മീരയെ വീണ് നമസ്കരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. അതാരാണ്? ശ്രീകൃഷ്ണനാണ്. ബാക്കി എല്ലാ പുരുഷനിലും ഒരു സ്ത്രൈണഭാവമുണ്ട്. അതുകൊണ്ടാണ് പുരുഷൻ പെൺവേഷം കെട്ടുന്നത്. കൊല്ലത്ത് കൊറ്റംകുളങ്ങരയിൽ ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കാറുണ്ട്. ഈവൻ ഈ കൃഷ്ണ ഭഗവാൻ പോലും രാധാറാണിയോട് ചേർന്ന് കഴിയുമ്പോൾ ആ സ്ത്രൈണഭാവം വരും. ഒരു രാധാകൃഷ്ണ പ്രതിമ ദൂരത്തുനിന്ന് കണ്ടാൽ ഓടക്കുഴലില്ലെങ്കിൽ കൃഷ്ണനേത് രാധയേതെന്നറിയില്ല. ഒരേ കണക്കാണ്. രാധാജിയോട് ചേരുമ്പോൾ കൃഷ്ണന് പോലും ഏത് വരുന്നു? ഒരു സ്ത്രൈണഭാവം വരുന്നു. സാക്ഷാൽ ബുദ്ധ ഭഗവാനെ നിങ്ങളെടുത്ത് നോക്കേ. ബുദ്ധ ഭഗവാനുണ്ടല്ലോ, ആ സുന്ദരമായ മുഖത്ത് ആ നെറ്റിയിലൊരു പൊട്ട് വെച്ച് കൊടുത്തേ, നല്ല ഒരു സുന്ദരി യുവതിയായിട്ട് ബുദ്ധ ഭഗവാൻ മാറുന്നത് കാണാം. മനസ്സിലായില്ലേ? ഈ ബുദ്ധ ഭഗവാന് ഒരു പൊട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധ ഭഗവാനും ആരായി മാറുന്നു? ഒരു സുന്ദരി യുവതിയായിട്ട് മാറുന്നു. എന്തിനാണ് പറയുന്നത് നിങ്ങൾ? നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തൻ്റെ മാറിൽ നിന്ന് പാലൊഴുകിയില്ലേ? അല്ലേ? പുരുഷനിലൊരു സ്ത്രീയുണ്ട്. പുരുഷനല്ല നമ്മളൊക്കെ. ഈ ഞാനൊന്നും പുരുഷനല്ല, സ്ത്രീയാണ്. സ്ത്രൈണതയുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മാറിൽ നിന്നും പാലൊഴുകി. തിരുവത്താഴ മേശയിൽ യോഹന്നാൻ യേശുവിൻ്റെ മാറിനോട് ചായുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു അഭയം വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയത് നമ്മളെ അമ്മയുടെ നെഞ്ചത്തോട്ട് ചായുകയാണ്. അപ്പോൾ തിരുവത്താഴ മേശയിൽ യോഹന്നാൻ യേശുവിൻ്റെ മാറിനോട് ചായുന്നത് എന്തിനാണ്? മനസ്സിലായില്ലേ? സായിബാബയുടെ ചെറുപ്പകാല ചിത്രങ്ങൾ നോക്ക്, ഏത് ഗുരുക്കന്മാരുടെയും ചെറുപ്പകാല ചിത്രങ്ങൾ നോക്ക്, അവിടെയൊക്കെ ഏതുണ്ട്? ഒരു സ്ത്രൈണതയുണ്ട്. അതാണ് മീരാബായി പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിൽ ഒറ്റ പുരുഷനേ ഉള്ളൂ, അത് കൃഷ്ണനാണ്. ആ കൃഷ്ണൻ പോലും രാധാജിയുമായി ചേരുമ്പോൾ ഒരു സ്ത്രൈണഭാവം വരുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഏക പുരുഷൻ കൃഷ്ണനാണ്. ഈ അറിവ് മീരയ്ക്ക് എവിടുന്ന് കിട്ടി? മീര വലിയ ഇതിലൊന്നും പോയിട്ടില്ല, ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും മീര വായിച്ചിട്ടില്ല. പക്ഷെ കഠിനമായ ഭക്തിയുണ്ട്. ആ ഭക്തിയിൽ നിന്ന് മീരയ്ക്ക് ജ്ഞാനം വന്നു. ജ്ഞാനത്തിൽ നിന്ന് ബാക്കി ബന്ധങ്ങളൊക്കെ വെറുതെയാണെന്ന് തോന്നി വൈരാഗ്യവും വന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ഭഗവാൻ ജ്ഞാന സ്വരൂപനാണ്. അറിവ് കൊണ്ടേ ഭഗവാനെ കിട്ടൂ. അറിവിന് ബുക്ക് വായിക്കണ്ട. അറിവ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ് അറിവ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്? നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഭക്തി. ആ ഭക്തി മാർഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? അറിവ് കിട്ടും. മനസ്സിലായില്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ 3ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമേ ഇല്ല. പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ പറയുന്നത്? മനസ്സിലായി? അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്.
ഒരു പരുന്ത് ചത്ത എലിയുമായി കടിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പം മറ്റു പരുന്തുകൾ വന്ന് അതിനെ ആക്രമിക്കുകയാണ്. അതിൻ്റെ കൈയും കാലുമൊക്കെ മുറിഞ്ഞ് അവശനായി. എന്നിട്ടും അത് ചത്ത എലിയെ വിടുന്നില്ല. കുറേ കഴിഞ്ഞ് സഹിക്കാൻ വയ്യാതെ ആ ചത്ത എലിയെ വിട്ടു. ചത്ത എലിയെ വിട്ടു കഴിഞ്ഞതും കൂടെ വന്ന പരുന്തുകളെല്ലാം വിട്ടു. കാരണം അവർ ഈ പരുന്തിനെയല്ലോ ഉപദ്രവിക്കാൻ വന്നത്, എലിയാണ്. ഇതുപോലെയാണ് പരമഹംസൻ പറയും, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളാണ് പരുന്ത്, ഞാനും നിങ്ങളും പരുന്ത. ആഗ്രഹങ്ങൾ, മക്കള്, ഭർത്താവ്, ഭാര്യ, ഈ ബന്ധങ്ങളാകുന്ന ആ എലിയെ, ചത്ത എലിയാണത്, കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ എന്ത് പറ്റുന്നു? മറ്റു പരുന്തുകൾ ദുഃഖം, വേദന, വിഷമം, ധനം, ഇത്തരം കാര്യങ്ങൾ വന്ന് നമ്മളെ ആക്രമിക്കും. എപ്പോഴാണോ നിങ്ങൾ ആഗ്രഹം ഉപേക്ഷിക്കുന്നു, ഇത് മക്കള്, ഭർത്താവ്, ഭാര്യ, ഇത് ഉപേക്ഷിക്കുന്നു, ആ സമയത്ത് നിങ്ങൾ എന്തായി മാറി? നിർമ്മലരായി മാറി. ആഗ്രഹങ്ങളുമില്ല, ഒന്നുമില്ല, ചത്ത എലിയെ വിട്ടുകളഞ്ഞു. മനസ്സിലായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. നിങ്ങളുടെ വിഷമം മൊത്തം, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുഃഖം കൊടുക്കുന്നത് അവൻ്റെ വീടാണ്. ആ വീടാണ് അവൻ്റെ ദുഃഖം. നിങ്ങൾക്ക് നോക്കാം, മക്കളില്ല, ഒന്നുമില്ല എന്ന് ആലോചിച്ച് നോക്കേ, പിന്നെ നിങ്ങൾക്കൊന്ന് ആനന്ദമില്ലേടെ? യാതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. ഈ അറിവ് പരമഹംസൻ എവിടുന്ന് കിട്ടി? 3ാം ക്ലാസ് പോലും പോയിട്ടില്ലാത്ത പരമഹംസൻ എവിടുന്ന് കിട്ടി? ഭക്തി ഉദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജ്ഞാനം കിട്ടും. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് കിടക്കാം. തസ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ധന്യ ഭാഗ്യവാന്മാർ രമന്തേ ആഹ്ലാദിക്കുന്നു. ശ്രുതിക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വേദം, മറ്റൊന്ന് കേൾക്കുക. മതി ബുദ്ധി. മധുരേ, മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്താ? വേദങ്ങൾ കൊണ്ടും ബുദ്ധിയിലും അത്യധികം സന്തോഷം ജനിപ്പിക്കുന്നത്. സുഗ്രഹേ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന. വിഗ്രഹേ അങ്ങയുടെ ആ രൂപം. ആദ്യമായിട്ട് ശ്രുതിക്ക് വേദം എന്ന അർത്ഥം കൊടുത്താൽ നമുക്ക് ഈ വരികളുടെ അർത്ഥം എങ്ങനെ പറയാം? അപ്പൊ ഭട്ടതിരിപ്പാട് പറയുന്നത്, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ആ രൂപം, ആ വിഗ്രഹം, അത് ആനന്ദകരമാണ്. ആ രൂപം കണ്ട് ഭാഗ്യവാന്മാരായ കലിയുഗത്തിലെ ജനങ്ങള് ആഹ്ലാദിക്കുന്നു. അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ശ്രുതി മധുരേ. ബുദ്ധി. എന്താ ബുദ്ധിക്ക് മധുരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്? ബ്രഹ്മം ബുദ്ധിക്ക് പിടികിട്ടത്തില്ല. ബ്രഹ്മം ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല. ഇവിടെ അതല്ല, ഗുരുവായൂരപ്പൻ രൂപമായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പിടികിട്ടുന്നു. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ സച്ചിദാനന്ദ രൂപം ഗുരുവായൂരപ്പനായി വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്കും സന്തോഷം വരുന്നു എന്നാണ് ഒരർത്ഥം. ഇനി അടുത്തർത്ഥമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അടുത്തർത്ഥമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ശ്രുതി എന്ന് പറഞ്ഞ കേൾക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഈ ശ്രുതി എന്ന് പറഞ്ഞ കേൾക്കുക. ഏത് കേൾക്കുക? ഗുരുവായൂരപ്പൻ്റെ കഥകൾ. ആരാണ് ഗുരുവായൂരപ്പൻ? ആ ഇരിക്കുന്ന വിഗ്രഹം അമ്പാടിയിൽ ഓടിക്കളിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. രാധാ റാണിയുമൊത്ത് നൃത്തം ചവിട്ടിയ ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണൻ തന്നെയാണ് വേദങ്ങളിൽ പറയുന്ന സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള സാക്ഷാൽ ആ സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറയുന്നതും ഈ ഗുരുവായൂരപ്പനാണ്. അപ്പൊ ശ്രുതിയുടെ രണ്ടാമത്തെ അർത്ഥം അത് വളരെ വിശിഷ്ടമാണ്. ഗുരുവായൂരപ്പൻ്റെ കഥകൾ, ഗുരുവായൂരപ്പൻ്റെ നാമം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഉണ്ടായിട്ട് നമ്മുടെ ഓരോ രോമകൂപങ്ങളും അങ്ങനെ എഴുന്നു നിൽക്കും. അത് പൊതുസ്ഥലത്തായാലും വീട്ടിലാണെങ്കിലും മറന്ന് നമ്മൾ ആ നാമം കേൾക്കുമ്പോൾ രോമാഞ്ചം കൊണ്ട് നിൽക്കും. പൊതുസ്ഥലത്താണെങ്കിൽ നമുക്ക് ചില നിയന്ത്രണം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ മിണ്ടത്തില്ല. പക്ഷെ വീട്ടിലാണെങ്കിൽ ആ ഭഗവാന്റെ നാമം കേൾക്കുന്നതോടുകൂടി നിങ്ങൾ ഭക്തിയുടെ പാരമ്യതയിലെത്തണം. അങ്ങനെ പാരമ്യതയിലെത്തി അറിയാതെ നാരായണ നാരായണ എന്ന് നൃത്തം ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ലയിച്ചു കഴിയും. എന്ന് മാത്രവുമല്ല, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരായണ നാരായണ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാണൻ പോകും.
മനസ്സിലായില്ലേ? ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലാതെ ICUവിൽ കിടന്ന് അവിടെയും തുറന്ന് ഇത് കയറ്റി ഇവിടെയും തുറന്ന് ട്യൂബ് കയറ്റി ബോധമില്ലാതെ കിടന്ന് പോകുന്ന ആലോചിച്ചു നോക്കെ. മരിക്കുന്ന ഒരു ദിവസം മരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഭഗവാന്റെ നാമം കേൾക്കുമ്പം രോമാഞ്ചം വരണം. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഭഗവാന്റെ നാമം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നൃത്തം ചവിട്ടത്തക്കവണ്ണമുള്ള ഭക്തിയിലെത്തണം. ഇന്ന് നിങ്ങൾക്കതുണ്ടോ? വെറുതെ എടുത്തു വെച്ച് നാരായണ ജപിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ നിങ്ങൾക്ക് ആ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ, നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാക്ഷാൽ നാരായണന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേഹമൊക്കെ കുഴഞ്ഞു വരും, ശരീരമൊക്കെ വിയർത്ത് വരും, തളർന്നു വരും. അപ്പം നമ്മൾ പറയും നാരായണ നാരായണ നാരായണ, വയ്യാല്യോ, എനിക്ക് വയ്യാല്യോ നാരായണ. ആ പ്രാണൻ പോയി. നാരായണന്റെ ദൂതന്മാർ വന്ന് നിങ്ങളെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു തരാം. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഭക്തൻ തൻ്റെ മകളുടെ വിവാഹത്തിന് ശ്രീരാമകൃഷ്ണനെ ക്ഷണിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ എന്ത് ചെയ്യുകയാണ്? തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് അവിടെ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് ഇയാൾക്ക് വേണ്ടുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഗോവിന്ദനെ കാണുന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഗോവിന്ദൻ എവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ പരമഹംസർ ഇങ്ങനെ നോക്കുകയാണ്, ഈ നാമം കേട്ടപ്പോൾ നോക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ ബന്ധുവാണ് ഗോവിന്ദൻ. അപ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇയാളെ വിളിച്ചു. ചടങ്ങ് തുടങ്ങാൻ സമയമായി. ഗോവിന്ദ ഗോവിന്ദ. ഇത്രയും കേട്ടതേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസർ രോമഹർഷിതനായിട്ട് ആ കല്യാണ വീട്ടിൽ വെച്ചുകൊണ്ട് സ്വയം മതിമറന്നു ഗോവിന്ദ ഭക്തിയിൽ ജയിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസർ നൃത്തം ചവിട്ടാൻ തുടങ്ങി. ഗോവിന്ദ 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 ഗോവിന്ദ. അത് കണ്ട് കല്യാണ വീട്ടിൽ കൂടിയിരുന്ന എല്ലാവരും ചേർന്ന് നൃത്തം ചവിട്ടാൻ തുടങ്ങി. ഗോവിന്ദ 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 ഗോവിന്ദ. ആ കല്യാണ വീട് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഭജനശാലയായി മാറി. സകല ആൾക്കാരും ആനന്ദ നൃത്തം ചവിട്ടി. ഗോവിന്ദ 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 ഗോവിന്ദ. ആനന്ദ നൃത്തം ചവിട്ടി. അതെ, നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റുമോ? ഭഗവാന്റെ നാമം ഗോവിന്ദ. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട നാമമാണ് ഗോവിന്ദൻ എന്ന് മനസ്സിലാക്കുക. കാരണം ഗോവിന്ദൻ എന്ന നാമത്തിൽ ഗോക്കളുണ്ട്, വൃന്ദാവനമുണ്ട്, രാധയുണ്ട്. ഭഗവാന് തൻ്റെ ഏത് നാമങ്ങളെക്കാട്ടിയും പ്രിയപ്പെട്ടതാണ് ഗോവിന്ദൻ. ആ ഗോവിന്ദ എന്ന് കേൾക്കുമ്പോൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മമാരെ, അച്ഛന്മാരെ, ഗോവിന്ദ എന്ന പദം കേൾക്കുമ്പോൾ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ആ ഗുരുവായൂർ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ സാക്ഷാൽ കണ്ണനെ കാണുമ്പോൾ മനസ്സിൽ പറയണം ഗോവിന്ദ, അല്ലെങ്കിൽ ഉറച്ചു പറയൂ ഗോവിന്ദ 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 ഗോവിന്ദ. അതെ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഗോവിന്ദ 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 എന്ന് ഉച്ചത്തിൽ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചാൽ ഭഗവത് പദങ്ങൾ പ്രാപിക്കും. നിശ്ചയം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നിങ്ങളിൽ നിന്ന് പ്രാണൻ വെടിയും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ. ഗോവിന്ദ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ രോമങ്ങൾ എഴുന്നു നിൽക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.
ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹ.